സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾക്കൊരവസരം കൂടെ തിരുമേനി തന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദമെടുത്ത് ഞങ്ങളെ തരുന്നു. ഈ ആരാധന ദൈവത്തിന് പ്രസാദമാകട്ടെ. തിരുസാനം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ആരാധന ലീഡ് ചെയ്ത് നിങ്ങളുടെ ദാസിദാസന്മാരെ അഭിഷേകം ചെയ്യണമേ. ഓളെ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. ഇവിടെ വന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. യാത്രയിലായിരിക്കുന്നവരെ സൂക്ഷിക്കണം. മഹത്വം മുഴുവനും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. നിങ്ങളെല്ലാവരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഓൺലൈൻ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന ഞങ്ങളുടെ വാത്സല്യ മിത്രങ്ങളെ വളരെ ആദരവോടെ ഈ ആരാധനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നാം ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി പോകുകയാണ്. സഹോദരങ്ങൾ ആരാധനയ്ക്ക് നേതൃത്വം നൽകും. അവരോട് ഒരുമിച്ച് ചേർന്ന് കരങ്ങളടിച്ച് പാടി കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. എല്ലാ മഹത്വവും നമ്മുടെ കർത്താവിന് അർപ്പിക്കാം. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയായി വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതി സർവവും ചേർത്തുകൊണ്ട്, ഓ ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ സകലരും ചേർന്ന ഹല്ലേലൂയ. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം ദൈവകുഞ്ഞാടവൻ, ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന സ്തുതിച്ചിടാം. സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം. ചേർന്ന് സ്തുതിക്കാം. ഓ സ്തുതിച്ചിടാം വെള്ളത്തിൽ ഹല്ലേലൂയ. യാം സഭയെ ദയലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ഓ മാധുര്യരാഗമഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. ഓ ഹല്ലേലൂയ. കർത്താവേ, യേശുവേഗം വരുന്നതിനാ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശുദൻ വേഗം വരുന്നതിനാ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിലേ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദനാളതിലേ. ദയലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ഓ മാധുര്യരാഗമ ഹല്ലേലൂയ. അവനെ നാം യേശു
സകലത്തിലും യോഗ്യനായ ആ ദൈവ കുഞ്ഞാടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ ഒരു സമർപ്പണത്തോടെ നമുക്ക് ആരാധിക്കാം. എബ്രായരിൽ 13-ാം അധ്യായത്തിൽ അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഹല്ലേലൂയ. A sacrifice of praise. ഒരു സ്തോത്രയാഗം ജീവിതത്തിൽ എന്നും സന്തോഷമായി നിൽക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ പ്രയാസത്തിലും നമ്മുടെ വേദനയുടെ നടുവിലും ഹല്ലേലൂയ ഒരു സ്തോത്രയാഗം, ഒരു വില കൊടുക്കുവാനുണ്ട്. ആ കണ്ണുനീരിൽ, ആ ആർപ്പോടെ, ആ ശബ്ദമുയർത്തി, ആ കരങ്ങളെ അടിച്ച് ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ, സകലത്തിലും യോഗ്യനായ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. പരിശുദ്ധനേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. അത്ഭുതങ്ങൾ നടക്കും. എരിഹോ മതിവീഴും. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. മനസ്സു തകർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ക്ഷാമകാലത്തുമെന്നേ ക്ഷേമമായി പോറ്റിടുന്ന. ക്ഷാമകാലത്തുമെന്നേ ക്ഷേമമായി പോറ്റി
ആരാധിച്ചാർത്തിടുമ്പോൾ ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോൾ വാതിലുകൾ തുറക്കും. എരിഹോ മതിൽ വീണ് വിശ്വാസത്തോടുകൂടി ഹല്ലേലൂയ. എരിഹോ മതിലുകൾ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രക്തസാക്ഷ്യം രക്തസാക്ഷ്യം രക്തസാക്ഷ്യം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാം പാടിയതുപോലെ എരിഹോ മതിലുകൾ നമ്മുടെ മുൻപിൽ വീഴുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ശക്തനായ നമ്മുടെ ദൈവം ഹല്ലേലൂയ ഏതിൽ മതിലുകളെയും ഹല്ലേലൂയ തകർക്കുവാൻ ശക്തനായ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുരുടനായ മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപിൽ വന്നു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. അവിടെയും ദൈവത്തിൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മാർത്തയും മറിയയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെയും ദൈവത്തിൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു. സകലത്തെ ഒരു വാക്കിനാൽ ഹല്ലേലൂയ ഉളവാക്കിയ നമ്മുടെ ദൈവം, ആ ദൈവം ഇന്നും പ്രവർത്തിപ്പാൻ വിശ്വസനായ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നമുക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 പത്രോസ് 5:7 നാം വായിക്കുന്നു, എന്തൊക്കെ പ്രതികൂലങ്ങളും എന്തൊക്കെ കഷ്ടതകളും എന്തൊക്കെ രോഗങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായാലും അതിലെല്ലാം വിടുതൽ നൽകുവാൻ നമ്മുടെ ദൈവം ശക്തനായി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടി നമുക്ക് പാടാം, യേശുവേ ഒരു വാക്ക് മതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രൈതതാജിയൻ 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 രൈതതാജിയൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രൈതതാജിയൻ 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 രൈതതാജിയൻ. കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്ക് മതി. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്ക് മതി. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ
അവസ്ഥകൾ മാറാൻ കർത്താവിന്റെ ഒരു വാക്ക് മതി. എത്ര വളരെ വേദനയുടെ അനുഭവമാണെങ്കിലും, വളരെ നിരാശയുടെ നടുവിലാണെങ്കിലും, വാക്ക് കർത്താവ് പറഞ്ഞാൽ, ഒരു വാക്ക് കർത്താവ് പറഞ്ഞാൽ അവസ്ഥകൾ മാറും. അവസ്ഥകളും സാഹചര്യങ്ങളെല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ ഒരു വാക്കും മതി. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇന്ന് ഈ ആലയത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പലരും ഈ ആരാധന വീക്ഷിക്കുന്നവരൊക്കെ ഉണ്ടാവാം. കർത്താവേ, ഒരു വാക്ക് മതി. അപ്പൊ വേറൊന്നും എനിക്ക് വേണ്ട. യേശുവേ, ഒരു വാക്ക് കൽപ്പിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദൈവമക്കളമേ, ഇന്ന് രാവിലെ ദൈവം തന്നെ അത്ഭുതകരം വെക്കേണ്ടതിന് കർത്താവിന്റെ കരുണ ദൈവം വെളിപ്പെടുത്തട്ടെ. ഒരു വാക്ക് മതി. പലതാവർത്തിച്ച് ശ്രമിച്ചിട്ടും പലതും മാറി മാറി പരീക്ഷിച്ചിട്ടും ഒരു പരിഹാരമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഉയരട്ടെ. ഒരു വാക്ക് കൽപ്പിക്കണമേ. ഒരാളോട് പറയാത്തൊരു കാര്യമായിരിക്കാം, ഒരാളോട് വെളിപ്പെടുത്താത്തൊരു കാര്യമായിരിക്കാം. പക്ഷെ ഇന്ന് രാവിലെ പ്രാർത്ഥന ആലയത്തിൽ ഉയരുമ്പോൾ കർത്താവേ, ഒരു വാക്ക് കൽപ്പിക്കണമേ. നാമത്തിൽ കർത്താവേ, സാഹചര്യം മാറാൻ അങ്ങയുടെ ഒരു വാക്ക് മതി. അവസ്ഥകൾ മാറാൻ യേശുവിന്റെ ഒരു വാക്ക് മതി. ഇന്നത്തെ ഈ സാഹചര്യം മാറാൻ കർത്താവിന്റെ ഒരു വാക്ക് മതി. കർത്താവേ, ഞങ്ങൾ ഇന്ന് രാവിലെ ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഒരു വാക്കുകളുടെ ജനത്തിന് വേണപ്പാ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ഒരു വാക്ക് മതി. അങ്ങനെ പ്രാർത്ഥിച്ച ഒരുപാട് സമയങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ, നിന്റെ ഒരു വാക്കിനേക്ക് വേണ്ടി ഒന്ന് കൽപ്പിക്കണമേ. പടകിലിരിക്കുന്ന, ബോട്ടിലിരിക്കുന്ന ശിഷ്യന്മാര് പറഞ്ഞു, കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിന്റെ ഒരു വാക്ക് കൊണ്ട് എല്ലാം അടങ്ങും. കർത്താവിന് ഒരു വാക്ക് മതി. കലങ്ങി മറിഞ്ഞ വലിയ കടലിന്റെ നടുവിലും കർത്താവ് കടലിൽ മീതെ നടന്നു വന്ന് കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞാൽ, ശാന്തമാകുക എന്ന് പറഞ്ഞാൽ, അതനുസരിക്കാതിരിക്കാൻ ഈ പ്രപഞ്ചത്തിന് കഴിയില്ല. എത്ര ഹുങ്കാര ശബ്ദമുള്ള വലിയ കടലാണെങ്കിലും കർത്താവിന്റെ ഒരു വാക്കുകൊണ്ട് അടങ്ങാത്തതായിട്ടൊന്നുമില്ല. ഏത് കാറ്റും ഏത് തിരമാലയും അടക്കാൻ അവിടുത്തെ ഒരു വാക്ക് മതി. ഇന്ന് രാവിലെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവഭക്തന്മാരെ, നിങ്ങളുടെ ജീവിതം ഇന്ന് ഏത് അവസ്ഥയിലാണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടല്ലെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അടങ്ങാത്ത കാറ്റില്ല, അടങ്ങാത്ത കടലില്ല, ഒതുങ്ങാത്ത തിരയില്ല, പടക് മുങ്ങാൻ അവൻ അനുവദിക്കില്ല. അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അധികാരമുള്ള വാക്കാണത്. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ വ്യക്തിപരമായി ചിലരുടെ മേൽ ദൈവത്തിന്റെ പരിവർത്തനം, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം, ദൈവകരത്തിന്റെ ചലനം ഇന്ന് പകല് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വ്യക്തിപരമായി ചില പരിവർത്തനങ്ങൾ, ദൈവകരത്തിന്റെ ചലനങ്ങൾ ചിലരുടെ മേൽ ഇന്ന് രാവിലെ സംഭവിക്കട്ടെ. ജീസസ്, ഓ ജീസസ്, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. നമ്മളൊക്കെ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പറഞ്ഞിട്ടുള്ള ചില പ്രാർത്ഥനകളൊക്കെയാണ്. അവരോടും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ദൈവസനിൽ ഒറ്റയ്ക്കിരുന്ന് മുട്ടുമടക്കി, കർത്താവേ, ഈ അവസ്ഥയ്ക്ക് ഒരു ഭേദം വന്നിരുന്നെങ്കിൽ, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ടില്ലേ? കണ്ണു നിറഞ്ഞു പറഞ്ഞ പ്രാർത്ഥനകളൊന്നും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. കണ്ണു നിറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച നമ്മുടെ ആ പ്രാർത്ഥനകളൊന്നും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. എനിക്ക് താങ്ങാൻ വയ്യ, എനിക്കിനി ഇത് താങ്ങാൻ വയ്യ എന്നൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ടില്ലേ? കരയുന്ന കണ്ണുനീര് വേറെ ആരും കണ്ടില്ലെങ്കിലും സ്വർഗം അത് കണ്ടത് കൊണ്ടൊക്കെയാ പല അവസ്ഥകളും ദൈവം മാറ്റിമറിച്ചത്.
പല സാഹചര്യങ്ങളും ദൈവം മാറ്റിമറിച്ചത്. ഇന്ന് രാവിലെ ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടണ്ട. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. ഒരുപക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഭയത്തോടെ, വളരെ ഭീതിയോടെ, വലിയ ആകുലതയോടെ, നിരാശയോടെ ആരാധനയ്ക്ക് ആലയത്തിൽ വന്നു കാണാം. പക്ഷെ ഞാൻ ഒരു കാര്യം ദൈവമക്കളെ ഓർപ്പിക്കാം, നീ പേടിക്കണ്ട, ഭയപ്പെടണ്ട. സകലത്തിന്റെയും ഉടയവൻ, സകലത്തെയും നിയന്ത്രിക്കാൻ അധികാരമുള്ളവൻ യേശുവിന്റെ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെ ആരുള്ളൂ. അവനൊരു വാക്ക് പറഞ്ഞു അതിനെ മറികടക്കാൻ ഈ ഉലകത്തിനാർക്കും പറ്റില്ല. ദൈവത്തിന്റെ വാക്കുകൾ അത് ബലമുള്ളതാണ്, അധികാരമുള്ളതാണ്. ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില വാക്കുകൾ ദൈവം കൽപ്പിക്കട്ടെ. ഇന്ന് ചില ക്രിയകൾ, ചില സൃഷ്ടിപ്പുകൾ ഈ ആലയത്തിൽ സംഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ ചില സൃഷ്ടിപ്പുകൾ സംഭവിക്കട്ടെ. അത് ആലയത്തിലും ആമേൻ വിദൂരതയിലിരിക്കുന്നവരുടെ മേലും ചില സൃഷ്ടിപ്പുകൾ ഇന്ന് മകന് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിൽക്കുന്ന നിൽപ്പിൽ 9-ാം സങ്കീർത്തനം വാക്യപതിവാക്യമായി നമുക്ക് വായിക്കാം. 9-ാമത്തെ സങ്കീർത്തനം, Psalm number 9. We are going to read responsibly. ഒടുവിലത്തെ 2 വാക്യങ്ങൾ, 3 വാക്യങ്ങൾ, 18 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കുകയും ചെയ്യാം. 9-ാമത്തെ സങ്കീർത്തനം. ഒൻപതാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു, നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ ജാതികളെ ശാസിച്ചു, ദുഷ്ടനെ നശിപ്പിച്ചു, അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായിച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവീൻ, അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. സാധുക്കളുടെ പ്രത്യാശയ്ക്കൊന്നും ഭംഗം വരികയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ. ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. യഹോവേ, തങ്ങൾ മർത്യരെന്ന് ജാതികൾ അറിയേണ്ടതിന്
അവർക്ക് ഭയം വരുത്തണമേ. നമ്മുടെ വിശുദ്ധ കരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഉയർത്തി, ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിരുസന്നിധിയോട് അടുത്ത് വരുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജനത്തെ ദൈവം ആശീർവദിക്കണമേ. കർത്താവിനെല്ലാ മഹത്വം ഞങ്ങൾ തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവരും ദൈവത്തിൽ ഇരുന്നാട്ട് വളരെ വേഗത്തിൽ പ്രാർത്ഥന വിഷയങ്ങൾ ദൈവമക്കളെ ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രിയ കെ എ ജോൺ അങ്കിളിൻ്റെ മൂത്ത സഹോദരൻ കെ എ ചാക്കോ കേരളത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട വിവരം ഞാൻ അറിയിച്ചിരുന്നല്ലോ. പ്രിയപ്പെട്ടവർ, ഇന്നലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നവരുടെ യാത്രയോർത്ത്, നാട്ടിൽ നടക്കുന്ന ശുശ്രൂഷയോർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഉമ്മൻ മത്തായി ശരീരത്തിൽ ബലഹീനനായി അല്പമായ പ്രയാസത്തിൽ ഭവനത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവസഭ പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. നമ്മുടെ പ്രിയ കുഞ്ഞുവൻചാൻ കൊയിരത്തെ പ്രിയ കുഞ്ഞുവൻചാൻ ചില ദിവസങ്ങൾ ശാരീരികമായി പ്രയാസത്തോടെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. കർത്താവിൻ്റെ ദാസൻ ഭവനത്തിൽ മടങ്ങി വരുവാൻ ദൈവമിടയാക്കി. പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവസനെ പ്രാർത്ഥിക്കണമേ. യാത്ര ചെയ്തിട്ട് നമ്മുടെ പ്രിയ ബേബി ചാൻ പി കെ തോമസ് അങ്കിൾ കുടുംബമായി അവർ പല സ്ഥലത്ത് പോയി സമാധാനത്തോടെ മടങ്ങി വരുവാൻ ദൈവമിടയാക്കി. നമ്മുടെ മധ്യത്തിൽ ബലഹീനരായിരിക്കുന്ന രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വിവിധ ശാരീരിക വിഷമത്തിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ചിലതൊന്നും നമ്മൾ ആരും അറിയുന്നില്ല, ആരെയും അറിയിച്ചിട്ടില്ല. എങ്കിലും ഒറ്റയ്ക്ക് വളരെ ഭാരത്തോടെ ശാരീരിക ബലഹീനതയിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥലടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ദൈവപാദപീഠത്തോടടുത്ത് വരുന്നു. കർത്താവേ, വേർപാടിന് വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ കുടുംബത്തിനായി സ്തോത്രം. സമാധാനവും ആശ്വാസവും ദൈവം നൽകണം. അവരുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ. നാട്ടിലെ ശുശ്രൂഷകൾ മംഗളമായി നടക്കുവാൻ കർത്താവിടയാക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ദാസൻ പശുമ്മൻ മത്തായിക്കായി സ്തോത്രം. ശരീരത്തിൽ ബലഹീനനായി വിവിധ പ്രയാസങ്ങളിലൂടെ ഞങ്ങളുടെ ദാസൻ കടന്നു പോകുകയാണല്ലോ. ഞങ്ങളുടെ ദാസന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ദാസന് മേൽ അവിടുത്തെ അണപ്പെടുത്തേറ്റ കരം വെക്കണമേ. കർത്താവിൻ്റെ വിടുതലും സൗഖ്യവും ഞങ്ങളുടെ ബത്തിന് വേണ്ടി ദൈവം അയക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ, അവിടുത്തെ ശക്തി അവിടുത്തെ ദാസനെ ആവസിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യം കൊടുക്കണമേ, പൂർണ്ണ വിടുതൽ കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ. അങ്ങ് വചനമയച്ച് വിടുവിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് വചനമയച്ച് അങ്ങയുടെ ദാസനെ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കണം. ദാസിയെ ദൈവം സഹായിക്കണമേ. യാത്ര ചെയ്ത പ്രിയ ഞങ്ങളുടെ കുടുംബങ്ങളെ സമാധാനത്തോടെ മടക്കി വരുത്തിയത് കൊണ്ട് സ്തോത്രം. പ്രിയ കുഞ്ഞൻ ദൈവം കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. ശരീരത്തിന് ആവശ്യമായ ബലം കൊടുക്കണമേ. ഞങ്ങളുടെ മധ്യത്തിൽ ശാരീരിക പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന പലരുണ്ട്. ഭവനത്തിലും റീഹാവിലും ഒക്കെയായി കഴിഞ്ഞുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇന്ന് രാവിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥ, നീ വിടുവിക്കുന്ന ദൈവമാണ്. നിന്റെ ജനത്തോട് മനസ്സലിയണമേ. ഇന്ന് ഞങ്ങളുടെ കർത്താവ് വിടുവിക്കുന്നവനാണ്. താവേ, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അങ്ങിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് തള്ളിക്കളയുന്ന ദൈവമല്ല. കോപപീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ ഞങ്ങളത് വിശ്വസിക്കുന്നു. നാഥ, ഇന്ന് രാവിലെ ഞങ്ങളുടെ ജനത്തിനായി ദൈവത്തിന്റെ മുറിഞ്ഞ കരം വ്യാപരിക്കണമേ. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമായതുകൊണ്ട് സ്തോത്രം. കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കണം മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവവരെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. നാഥാ, ഞങ്ങൾ ഈ രാവിലെ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. താവിൻ്റെ വേലക്കാരെ ഓർക്കുന്നു, അണ്ടർഗ്രൗണ്ട് ചേർച്ചുകളെ ഓർക്കുന്നു, ലോകമെമ്പാടുമുള്ള മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. ഞങ്ങളുടെ മിഷന്മാർക്കായി ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യാൻ ദൈവത്തിന് കഴിയുമല്ലോ. പരിഹാരം തരാൻ ദൈവത്തിന് കഴിയും. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ദൈവപ്രവർത്തികൾ ഞങ്ങൾ കാണട്ടെ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഇന്ന് ഞങ്ങളെ ഇരുത്തുന്നത് കൊണ്ട് നന്ദി. ഇവിടെ ആയിരിക്കും ഞങ്ങളുടെ ജനത്തെ ആശീർവദിക്കണമേ. കർത്താവേ, മഹത്വമെല്ലാം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ, ആമേൻ. വളരെ വേഗത്തിൽ അതിഥികളെ കൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പേര് വിളിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായി കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കണമേ. നിങ്ങൾ എല്ലാവരും, പേര് വിളിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒടുവിൽ എല്ലാവരെയും ഒരുമിച്ച് ദൈവസഭ വന്ദനം ചെയ്തതിന് ശേഷം മാത്രമേ കർത്താവിൻ്റെ സന്നിധി ഇരിക്കാവൂ എന്ന് വളരെ താഴ്മയോടെ ഓർപ്പിക്കുന്നു. ബ്രദർ ചാക്കോ വർഗീസ് ആൻഡ് ആനിയമ്മ വർഗീസ്, നമ്മുടെ പ്രിയ സഹോദരൻ ബോബസ് ആൻഡ് ആൻസിയുടെ പേരൻസ് ആണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഇവിടെ വന്നതാണ്. പ്രിയപ്പെട്ടവരെ ഓർത്ത്
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ഫിനി വർഗീസ് ആൻഡ് സിസ്റ്റർ ആലീസ്, നമ്മുടെ കർത്താവിന്റെ ദാസൻ പ്രിയ PM എബ്രഹാം അങ്കിളിൻ്റെ സഹോദരിയും കുടുംബവുമാണ്. ബ്രദർ ജോമി ആൻഡ് അലിൻ ആൻഡ് ചിൽഡ്രൻ ഫ്രം ന്യൂയോർക്ക്, അവരുടെ പേരൻസ് ജോർജ് കുട്ടി അങ്കിൾ ആൻഡ് മോളി. ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്, വളരെ അടുത്ത ബന്ധമുള്ള കുടുംബം. കർത്താവ് അവരെ നടത്തുന്ന വഴികൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്ക് അവർ ഒത്തിരി പ്രയോജനമാണ്. അവർ ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് ഹ്യൂസ്റ്റണിലേക്ക് മൂവ് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്ത കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കുടുംബത്തിനുണ്ടായിരിക്കണമേ. ബ്രദർ ജോഷുവ എബി ഫ്രം കാനഡ, നമ്മുടെ പ്രിയ കുര്യൻ വർക്കി അങ്കിളിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ജോഷുവ എബി. പാസ്റ്റർ ഡാനിയൽ വർഗീസ് ഫ്രം ന്യൂഡൽഹി, നമ്മുടെ പാസ്റ്റർ സഞ്ജീവ് മാത്യുവിൻ്റെ ബ്രദർ ഇൻ ലോയാണ്. ഡോക്ടർ സ്റ്റാൻലി ആൻഡ് സ്റ്റീഫൻ ഫിലിപ്പ് ഫ്രം ഡാലസ്. മാത്യൂസ് മാമൻ ആൻഡ് ജോയിസ് ഫ്രം ദുബായ്, നമ്മുടെ പ്രിയ സഹോദരി അക്സ, ജെയിംസ് ആൻഡ് അക്സ അവരുടെ സഹോദരിയാണ്. ദുബായിൽ നിന്ന് കർത്താവിനെ ആരാധിപ്പാൻ നമ്മുടെ ഒരുമിച്ചുണ്ട്. ഡാനിയൽ സൈമൺ ആൻഡ് പ്രീത ഫ്രം ഡാലസ്. Pastor Biju John and Sister Lissy John from Theophilos from New Delhi, നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സൈമൺ ജോണിൻ്റെ സഹോദരി ആൻഡ് ഫാമിലിയാണ്. കർത്താവിൻ്റെ വേലയിൽ ഡൽഹിയിൽ അവരായിരിക്കും. അവിടെ ചെന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ സാധാരണ അവിടെ നമ്മളൊരു സ്റ്റോപ്പ് എടുക്കാറുണ്ട്. കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. സിസ്റ്റർ സൂസി വർഗീസ് ഫ്രം ഓറിഗൺ, നമ്മുടെ സഹോദരി ബ്ലസ്സി സന്തോഷ്, ബ്ലസ്സിയുടെ സഹോദരിയാണ്. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവരെയും വളരെ ആദരവോടെ IPC ഹെബ്രോൻ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെപ്പോഴെല്ലാം ഈ പട്ടണത്തിൽ വന്നാലും ഞങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനുള്ള സാവകാശമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദയവായിട്ട് കർത്താവിനെ സല്ലിരിക്കണമേ. ദൈവദിനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ മെമ്മറി വേഴ്സ് കൂടെ ഓർപ്പിച്ചിട്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാമല്ലോ. 2:10 വായിക്കാം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അനുഗ്രഹീതമായ വാക്യമാണ്. കാണാതെ പഠിക്കാൻ കഴിയുന്ന ദൈവമക്കളെല്ലാം ആ വാക്യം കാണാതെ പഠിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിക്കാൻ ആരംഭിച്ച അതേ വാക്യത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ധ്യാനത്തിനായി സമയമെടുക്കാം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വേദഭാഗം വായിച്ചു, ധ്യാനിച്ചു. അല്പമായ കാര്യങ്ങൾ ചിന്തിപ്പാനുള്ള അവസരം കർത്താവ് നമുക്ക് തന്നല്ലോ. വേദഭാഗത്തിൻ്റെ 1-2 വിശദീകരണം കൂടെ പങ്കുവെക്കേണ്ടതിന് ഞാൻ ആ വേദഭാഗം വീണ്ടും വായിപ്പാനിടയായതാണ്. നമുക്ക് ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ലൈവിന് ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് അത് കാണാൻ കഴിയുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാരമില്ല, പിന്നീട് റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്കത് കേൾക്കാനും ആരാധനയിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും. ദൈവം നമ്മുടെ മീഡിയ ടീമിനെ സഹായിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവദാസനായ യോശുവ പ്രായമായി മൂപ്പന്മാരെയും ഇസ്രായേലിന്റെ നേതൃത്വത്തെയും തന്നെ അടുക്കൽ കൂട്ടി വരുത്തി ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് നിയോഗം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പങ്കുവെക്കുന്ന വളരെ ഗൗരവമായ ചില മുന്നറിയിപ്പുകളും അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങളുമാണ് യോശുവയുടെ പുസ്തകം 23-24 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ യോശുവയ്ക്ക് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള വളരെ ഗൗരവമായ ചില ഉപദേശങ്ങളുണ്ട്.
ഈ ഉപദേശങ്ങൾ അങ്ങനെ പങ്കുവെച്ച് കൊടുക്കാനുള്ള കാരണം, അവര് കടന്നു വന്ന വഴിയിൽ അവരെ കരുതി നടത്തിയ ദൈവത്തിന്റെ കരുതൽ, അവരെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ പരിപാലനമൊക്കെ അവര് മറന്നുപോയ ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, അവരുടെ പഴയ കാലഘട്ടത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് 24-ാമത്തെ അധ്യായത്തിൽ യോശുവ ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുവാൻ ആരംഭിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ ഭൂതകാലത്തെ ചൊല്ലി ഇസ്രായേൽ ജനത്തെ ഓർപ്പിക്കാൻ യോശുവ തയ്യാറായത്. യോശുവ രണ്ട് കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തു. യു ആർ കോൾഡ് ഔട്ട് ബൈ ദ ലോർഡ്. നിങ്ങൾ വിളിക്കപ്പെട്ടവരാ. ഒന്നാമതായി ദൈവം അവരോട് അരുളി ചെയ്തത്, നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്, വെറുതെ വന്നതല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ പിന്നാലെ വന്നതല്ല. ദൈവം നിങ്ങളെ പ്രത്യേകമായി വിളിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ വരാൻ അവസരമുണ്ടായത് എന്ന ഒന്നാമത്തെ ആശയം ദൈവത്തിന്റെ ദാസനായ യോശുവ അവരെ ഓർപ്പിക്കാൻ തുടങ്ങി. അവരെ ഓർപ്പിച്ച രണ്ടാമത്തെ കാര്യം, ദൈവം നിങ്ങളെ വിളിക്കുക മാത്രമല്ല, ദൈവം നിങ്ങളെ മരുഭൂമി യാത്രയിൽ ധാരാളമായി കരുതിക്കൊണ്ടാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ കരുതലുകളും അവരെ ഓർപ്പിക്കാനിടയായി. സത്യം പറഞ്ഞ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഈ അർദ്ധവാർഷികം എത്തി നിൽക്കുന്ന ഈ ദൈവസഭ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കമ്മിറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളെ ഒന്നുകൂടി ഓർപ്പിക്കാൻ കഴിയുന്നത്, ഓർക്കാൻ കഴിയുന്നത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹം തന്നെയാണ്. ദൈവം നമ്മെ വിളിച്ചതാണ്, ദൈവം നമ്മെ കരുതിയതാണ്. ജീവിതത്തിന്റെ വഴിയാത്രയിൽ എന്നും ഓർക്കാൻ കഴിയുന്ന, എന്നും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ദൈവം എന്നെ വിളിച്ചു. രണ്ട്, ദൈവം എനിക്ക് വേണ്ടി കരുതി. ഇത് രണ്ടും നിങ്ങളുടെയും എന്റെയൊക്കെ അനുഭവമാണ് എന്നതോർത്ത് ഞാൻ എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. കഴിഞ്ഞ ആഴ്ച അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചത്. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ യോശുവ ഈ ജനത്തെ ഓർപ്പിക്കുന്നത് ഈ വർത്തമാന കാലത്ത് അവരെന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചാണ്. അവര് ദൈവത്തിന്റെ പിന്നാലെ ദൈവത്തിന്റെ കരുതലും പരിപാലനവും ഒക്കെ അനുഭവിച്ചു കൊണ്ടുപോയ ജനമാണ്. ഇപ്പൊ ദൈവത്തിന് അവരെ ഓർപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഈ വർത്തമാന കാലഘട്ടത്തിൽ അവർ ചെയ്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 24-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ യോശുവ അവരോട് ഓർപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, 14-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. യോശുവ അവരോട് പറയുന്ന രണ്ടാമത്തെ കാര്യം, ഈ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ അവനെ ഭയപ്പെടണം. ഒന്ന്. രണ്ട്, അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. സ്ത്രീജനത്തോട് ദൈവത്തിന്റെ ദാസൻ യോശുവ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. നിങ്ങൾ അവനെ ഭയപ്പെടണം, യഹോവയെ ഭയപ്പെടണം എന്നതാണ് അവരോട് പറയുന്ന ഒന്നാമത്തെ കാര്യം. വർത്തമാന കാലഘട്ടത്തിൽ അവര് ദൈവത്തെ ഭയപ്പെടുന്ന കാര്യത്തിൽ അല്പം പിന്നോട്ട് പോയി എന്നത് സത്യമാണ്. ഞാൻ ഈ വാക്യം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവിന്റെ ആത്മാവിനെ ഒന്ന് രണ്ട് ചിന്തകളിലേക്ക് കൊണ്ടുപോയി. ഞാൻ ആ വാക്യങ്ങളൊന്നും വായിക്കാൻ നമുക്ക് സമയം പോരാ. പക്ഷെ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവയായ ദൈവം മോശയോട് ഇസ്രായേൽ ജനത്തോട് കൈമാറി കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങൾ കൊടുക്കുന്നു. ദൈവത്തിന്റെ ദാസനായ മോശയെ യഹോവയായ ദൈവം പർവ്വതത്തിന് മുകളിലേക്ക് വിളിക്കുന്നു. വിശദീകരണങ്ങൾ ഒരുപാട് ഒഴിവാക്കേണ്ടത് കൊണ്ട് ഞാൻ അതിന് മുഴുവൻ വിശദീകരണം തരുന്നില്ല. 19-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? യഹോവയുടെ തേജസ്, യഹോവയുടെ സാന്നിധ്യവും മഹത്വവും സീനായി പർവ്വതത്തിന് മുകളിൽ ഇറങ്ങുകയാണ്. അതിനൊരു മനോഹരമായ ഒരു ഇപ്പോൾ സീനായി പർവ്വതത്തിന് അടിവാരത്ത് വന്ന് നിൽക്കുകയാണ്. അവിടെ അടിവാരത്തിൽ വന്ന് നിൽക്കുമ്പോ ദൈവം മോശയിലൂടെ പറയുന്നു, നിങ്ങൾ ഇസ്രായേൽ ജനത്തോട് പറയണം, ഒരാൾ പോലും ഈ പർവ്വതത്തിന്റെ തൊടാനിടയാകരുത്. അതിരുവെച്ച് പർവ്വതത്തിന് അതിരുവെച്ച് ജനത്തോട് ഈ പർവ്വതത്തിന് അടുക്കൽ വരരുത് എന്നവരോട് കൽപ്പിക്കണമെന്ന് മോശയോട് ദൈവത്തിന് ആത്മാവ് പറയുകയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഈ സീനായി പർവ്വതത്തിന് മുമ്പിൽ
ഇസ്രായേൽ ജനം വന്ന് നിൽക്കുമ്പോ ഒരു ചരിത്രം പിൻപിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിശദീകരിക്കുന്നില്ല. പക്ഷെ മോശയെ യഹോവയായ ദൈവം മഹാനിയോഗം, ഒരു വലിയ നിയോഗം കൊടുത്തുകൊണ്ട് വിളിക്കുക. ആട്ടിടയനായി ആടുകളുടെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന മോശ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല മിസ്രയീമിൽ അടിമകളായി പാർക്കുന്ന തന്റെ ജനതയെ വിടുവിച്ചു കൊണ്ടുപോകാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മോശ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ മോശ ആടുകളുമായി പർവ്വതത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, ആ സീനായി പർവ്വതത്തിൽ ഹോരേബ് പർവ്വതത്തിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അവൻ കണ്ടൊരു കാഴ്ച, കത്തിത്തീരാത്ത ഒരു മുൾപ്പടർപ്പ് കത്തുന്ന കാഴ്ച കണ്ടു. അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുൾപ്പടർപ്പ് കത്തിത്തീരുന്നില്ല. മോശ എന്തെന്ന് കാണാൻ ഈ മുൾപ്പടർപ്പിന്റെ അടുക്കലേക്ക് അടുത്തു വരുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശേ നീ അടുത്തു വരരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. മോശയോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്നിട്ട് മോശയോട് പറഞ്ഞു, മോശേ ഈ ജനത്തെ വിടുവിച്ചു കൊണ്ടുപോകാൻ എന്റെ വലം കൈയായി നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് മോശയ്ക്ക് ദൈവം നിയോഗം കൊടുക്കുക. മോശയ്ക്ക് നിയോഗം ലഭിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നു, ദൈവമേ എനിക്കതിന് യോഗ്യതയില്ല, എനിക്കതിന് കഴിവില്ല, എന്നെ കൊണ്ടതിന് സാധ്യമല്ല, ഞാൻ സാധാരണക്കാരനാ, ജനം എന്നെ വിശ്വസിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് അവൻ ഒഴിവ് കഴിവ് പറയുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, അങ്ങനെ പറയല്ലേ മോശേ, നീ ജനത്തെ വിടുവിച്ചുകൊണ്ട് അവൻ വാഗ്ദത്ത നാട്ടിലേക്ക് നീ അവരെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ നിന്നെ അയച്ചു എന്നതിന് അടയാളമായിട്ട് ഞാനൊരു അടയാളം തരാം. ഇതേ പർവ്വതത്തിന്റെ മുമ്പിൽ നീ ജനവുമായി മടങ്ങി വരുമ്പോൾ ഇവിടെ വെച്ച് നീ എന്നെ ആരാധിക്കാൻ, എന്റെ ജനം എന്നെ ആരാധിക്കാൻ ഞാൻ അവസരം കൊടുക്കും. ഇത് പറഞ്ഞത് 3-ാം അധ്യായത്തിലാ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ഒരു സംഭവം ഞാൻ പറഞ്ഞേ. 3:12 തന്നെ ഓർമ്മ. 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ മോശയോട് ഒരു വാഗ്ദത്തം പറയുക, ഞാൻ നിന്നെ അയച്ചു എന്നതിന്റെ അടയാളം എന്ന് പറയുന്നത് ഇതേ മലയുടെ മുകളിൽ നീ യഹോവയുടെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ജനം ഇവിടെ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരവസരം ഉണ്ടാകും. അപ്പോ ഇത് പറഞ്ഞ് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇപ്പോൾ യഹോവയായ ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനായി മോശ മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ചു, ചെങ്കടൽ കടത്തി. അവരിങ്ങനെ യാത്ര ചെയ്ത രഫീദീം കഴിഞ്ഞ് സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വന്ന് നിൽക്കുകയാണ്. അടിവാരത്തിൽ വന്ന് നിൽക്കുമ്പോൾ മോശയുടെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഒരു വലിയ സന്തോഷമുണ്ട്. എന്നാ സന്തോഷം എന്നറിയാമോ? പണ്ട് ആട്ടിടയനായി ഞാൻ ആടിന്റെ പിന്നാലെ പോയപ്പോൾ അന്ന് ദൈവം എന്നോട് പറഞ്ഞ ഒരു വാഗ്ദത്വമുണ്ട്. ഈ പർവ്വതത്തിന്റെ അടിവാരത്തിൽ യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ എന്റെ ജനത്തെ ഞാൻ കൊണ്ടുവന്ന് നിർത്തും. ദശലക്ഷക്കണക്കിന് ആളുകളെ ഒരു വടിയോടുകൂടെ നയിച്ചു കൊണ്ടുവന്ന ഈ സീനായി പർവ്വതത്തിന്റെ മുമ്പിൽ ആരാധനയ്ക്ക് വേണ്ടി അവർ നിൽക്കുമ്പോ മോശയ്ക്കൊരു കാര്യം അറിയാം, വാക്ക് പറഞ്ഞ ദൈവം മാറില്ല, വാഗ്ദത്തം ചെയ്തവൻ മാറില്ല. ചെങ്കടലിന് മുക്കാൻ പറ്റില്ല, മരുഭൂമിക്ക് തകർക്കാൻ പറ്റില്ല. പർവ്വതത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ മോശ ദൈവത്തിന് സ്തോത്രം പറയും. അന്ന് പറഞ്ഞ വാഗ്ദത്തം എന്റെ ദൈവം ഇവിടെ നിവർത്തിച്ചു. ഞാനൊന്ന് പറയുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാൻ പറ്റണം. വാക്ക് പറഞ്ഞവൻ മാറില്ല, വാഗ്ദത്തം ചെയ്തവൻ മാറില്ല. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഒരുപക്ഷെ ഇന്ന് കണ്ണീരോടെ, സങ്കടത്തോടെ, വിലാപത്തോടെ കരയുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ ആലയത്തിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ ആരാധന മധ്യേ ഈ ദൂത് ഞാൻ കൈമാറാം. വാക്ക് പറഞ്ഞവൻ മനുഷ്യനല്ല, വാക്ക് പറഞ്ഞവൻ ദൈവമാണ്. വാഗ്ദത്തം ചെയ്തവൻ മനുഷ്യനല്ല, വാഗ്ദത്തം ചെയ്തവൻ ദൈവമാണ്. ആകാശം മാറിയാലും ഈ ഭൂമി മാറിയാലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരു കാലത്തും മാറ്റമില്ല. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ആമേൻ. പോരാ, ഇന്ന് രാവിലെ വാഗ്ദത്തങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ഒരുപാട് ദൈവമക്കളൊക്കെയാ ഇന്ന് ഈ ആരാധനയ്ക്ക് വന്ന് നിൽക്കുന്നത്. ഇല്ല, ഒരിക്കലും നടക്കില്ലെന്ന് ലോകം മുഴുവൻ വിധി പറഞ്ഞു, ഒരിക്കലും നടക്കില്ലെന്ന് ചുറ്റുപാടുള്ളവര് വിധി പറഞ്ഞു. തല കുമ്പിട്ടു പോകാൻ ആളുകളെ കാത്തിരുന്നിട്ടുണ്ട്. പക്ഷെ വാക്ക് പറഞ്ഞവൻ സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് അവൻ വാഗ്ദത്തം മാറ്റിയില്ല. നിന്റെ കഴിവ് നോക്കിയല്ലോ, വിശുദ്ധി
നോക്കിയല്ലോ വാക്ക് പറഞ്ഞത്. സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് അവൻ വാക്ക് മാറ്റുകയില്ല, അവൻ വാക്ക് മാറ്റുകയില്ല. ഇന്ന് രാവിലെ ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം പറഞ്ഞ ദൈവത്തിന് ആരാധന അർപ്പിക്കാമോ? വാക്ക് പറഞ്ഞവൻ മാറില്ല, വാഗ്ദത്തം ചെയ്തവൻ മാറില്ല. ആകാശം മാറാം, ഭൂമി മാറാം, അവന്റെ വാഗ്ദത്തം മാറില്ല. അവൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയാൻ ഇന്ന് രാവിലെ ആലോചന പറയുന്നുണ്ട്. നിന്നോട് കരയത്ത് തോട്ടിന്റെ അരികെ ചെന്ന് പാർക്കാൻ പറഞ്ഞാൽ വാക്ക് പറഞ്ഞവൻ ദൈവമാ. ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാക്ക വന്നിരിക്കും. അവൻ കരയത്ത് തോട്ടിലെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം അത് വറ്റിപ്പോകാതെ കരുതി വെക്കാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് മറന്നു പോകല്ല. സരേഫാത്തിലെ വിധവയുടെ അടുക്കൽ അവൻ നിന്നെ പറഞ്ഞു വിട്ടാൽ അവൻ അറിയാം നിന്നെ എങ്ങനെ പോറ്റണമെന്ന്. പറഞ്ഞത് ദൈവമാണെങ്കിൽ അക്ഷരം മതി, അത് നിവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ഈ പകൽ ഏറ്റെടുത്ത് സ്തോത്രം പറയാ. ദൈവം അരുളി ചെയ്ത വാഗ്ദത്തം ഇന്ന് രാവിലെ ഏറ്റെടുത്ത് സ്തോത്രം പറ. ദൈവം പറഞ്ഞ ആലോചനകൾ മറന്നു പോയത് പൊടി തട്ടിയെടുക്ക. മറന്നു പോയത് ഇന്ന് രാവിലെ പൊടി തട്ടിയെടുത്തിട്ട് ആത്മാവി സ്തോത്രം ചെയ്ത് പറയണം. ഇത് പറഞ്ഞത് ദൈവം എന്റെ കൊച്ചു പ്രായത്തിൽ, എന്റെ ചെറുപ്രായത്തിൽ എന്നോട് അരുളി ചെയ്ത ദൂത. ഇത് മനുഷ്യന്റെ വാക്കല്ല, ഇത് ദൈവത്തിന്റെ വാക്കാ. അത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും. ഇന്ന് രാവിലെ ഞാൻ അത് ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയാം, അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. പർവ്വതത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന മോശ ഇപ്പൊ ഈ 19-ാം അധ്യായത്തിൽ പർവ്വതത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മോശയുടെ ഹൃദയത്തിൽ ഒരു സന്തോഷ വാക്ക് പറഞ്ഞത് അതുപോലെ നിവർത്തിക്കുക. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ കുറഞ്ഞിട്ട് ഹീമോഗ്ലോബിൻ വളരെ താഴെ പോയി, ലോയായി. എന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ പോകാൻ പറ്റില്ല 2-3 മാസം. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. എന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ ആ കയറ് കട്ടിലിങ്ങനെ കിടക്കുമ്പോ നിങ്ങളുടെ ആ കൊച്ചു സഭയിൽ ഒരു വാത്സല്യ മാതാവ് എന്നെ ആ കട്ടിലിന്റെ അരികിലിട്ട ഒരു സ്റ്റൂളിന് വന്നിരുന്നിട്ട് എന്റെ തലയിൽ കൈവച്ചിട്ട് ആ മാതാവ് ഇങ്ങനെ പറഞ്ഞു, നീ കർത്താവിന്റെ പേരൊക്കെ ഉള്ളവനാ, മരിക്കത്തില്ല. പ്രവാചകയൊന്നുമല്ല. ആ മാതാവ് അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാനത് അതുപോലെ വിശ്വസിച്ചു. കർത്താവിന്റെ പേരൊക്കെ ഉള്ളതാ. വേറൊന്നും പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞുള്ളൂ. ഞാനിതിവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ ഓർക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അങ്ങനെ എത്ര ദൂതുകളെ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലേ. ആരും അറിയാത്ത എത്രയോ സമയങ്ങളിൽ ദൈവം പറഞ്ഞു എത്ര ദൂതുണ്ട്. അല്ല റോയിച്ചായ, പറയാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം പറയാതിരിക്കാൻ പറ്റുമോ? നീ ഞാനൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോ ആരും അറിയാത്ത വേദികളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ടപ്പോൾ, വേവലാതിപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം ആരെയൊക്കെയോ അയച്ച, അല്ല വചനം അയച്ച, അല്ല ഒരു ഗാനത്തിന്റെ ശകലം തന്ന് നമ്മെ ധൈര്യപ്പെടുത്തിയത് എങ്ങനെ മറക്കാൻ പറ്റും പ്രിയരെ? അവൻ പറഞ്ഞത് അക്ഷരം മതി നിവർത്തിക്കുന്ന ദൈവ. വാക്ക് പറഞ്ഞവൻ മാറില്ല. അപ്പൊ ഈ പർവ്വതത്തിന് ചുവട്ടി വന്ന് മോശ നിൽക്കുമ്പോൾ ഇപ്പൊ 19-ാം അധ്യായത്തിൽ മോശ ദൈവത്തോട് സംസാരിക്കേണ്ടതിന് പർവ്വതത്തിന് മുകളിൽ കയറി പോവാ. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്ന കാര്യം പറഞ്ഞു വരുന്നേ. ജനത്തോടൊരു കാര്യം പറയണം, പർവ്വതത്തിന്റെ അടുക്ക വരരുത്. ഒരതിര് തിരുത്തി വെക്കണം, അതിര് തിരിക്കണം. അതിന് തിരിച്ചു വെച്ച് പർവ്വതത്തെ തൊടാതിരിക്കാൻ ഈ ജനത്തോട് പറയണം. പർവ്വതത്തെ തൊടരുത്. പർവ്വതത്തെ തൊടുന്നത് മനുഷ്യനായാലും മൃഗമായാലും അവരെ കൊല്ലണം. പർവ്വതത്തിന് അടുക്ക വരരുത്. ഹോമിയായ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയാ. ഹോമിയുടെ മഹത്വം പർവ്വതത്തിന് ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ കൃത്യമായ നിബന്ധന, കൽപ്പന
പർവ്വതത്തിന്റെ അടുക്കൽ വരരുത്, പർവ്വതത്തെ തുടരുത്, അതിന് തിരിക്കണം, അതിർത്തി വെക്കണം. അവര് മാറി നിൽക്കുക, പിന്മാറി നിൽക്കുക. ഒരാൾ പോലും അടുത്തു വരുന്നില്ല. ജനത്തിന് ദൈവത്തെ ഭയമാണ്, ജനത്തിന് ദൈവത്തെ പേടിയാ. അവർക്ക് മനസ്സിലായി ദൈവത്തെ പുതിയൊരു നിലയിൽ അവര് മനസ്സിലാക്കി. അവര് കണ്ടതുപോലെയല്ല. ശരിയാണ്, മരുഭൂമിയിൽ എല്ലാം കൊടുത്തു, ആഹാരം കൊടുത്തു, വെള്ളം കൊടുത്തു, അതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പോ ദൈവത്തെ പുതിയൊരു നിലവാരത്തിൽ അവര് മനസ്സിലാക്കുക, ദൈവം ഭയപ്പെടാൻ യോഗ്യൻ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഒരു പുതിയ പ്രമാണം ദൈവം അവരുടെ മുമ്പിൽ വെച്ചു കൊടുക്കുക. അതിന് ആ കടന്ന് ഒരാൾ പോലും വരരുത്, അതിന് വെക്കണം. മോശയോട് ദൈവം പറഞ്ഞു കൊടുത്തതാ. അങ്ങനെ മോശ അതിന് തിരുത്ത് ജനത്തോട് പറഞ്ഞു, 2-3 കാര്യങ്ങൾ. നിങ്ങൾ വസ്ത്രം അലക്കണം, നിങ്ങൾ ശുദ്ധീകരിക്കണം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, നിങ്ങൾ വസ്ത്രം അലക്കണം, നിങ്ങൾ പർവ്വതത്തിന്റെ അടിവാരത്തിൽ വരരുത്, അതിന് കടക്കരുത്. കാരണം ഇത് യഹോവ ഇറങ്ങി വന്നിരിക്കുന്ന പർവ്വതമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ജനത്തിന് മനസ്സിലായി, ഒരാൾ പോലും ഈ പർവ്വതത്തെ തൊട്ടാൽ അവരന്നേരം സമകരിക്കപ്പെടും. ദൈവത്തിന്റെ ശിക്ഷ അവരുടെ മേൽ വരും. അത് മൃഗമാണെങ്കിലും അത് മനുഷ്യനാണെങ്കിലും ഒരുപോലെയാ. ഒരാൾ പോലും അടുത്തു വരാൻ പാടില്ല. അവരിങ്ങനെ അകറ്റി നിർത്തുക. ജനങ്ങനെ പേടിച്ച് നിൽക്കുക. ഇബ്രാഹിം ലേഖനത്തിൽ നമ്മളത് വായിക്കാൻ സമയമില്ല. 12-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോ അവര് ജനം വലിയ ഭയത്തില. അവിടെ ഇറങ്ങി വന്ന ഇടിനാദം, തീയ, മേഘം ഒക്കെ കണ്ട ജനങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുകയാ. അതേ ഇബ്രാഹിം ലേഖനം 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസരി എഴുതി വരുമ്പോൾ മനോഹരമായൊരു വാക്യം എഴുതി വരുന്നുണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി കൃപാസനത്തിലേക്ക് നിങ്ങൾ അടുത്തു വരണം എന്ന് വെച്ച ദൈവത്തിന്റെ അടുക്കൽ എപ്പോഴും വരാൻ നമുക്ക് ദൈവം ഒരവകാശം പദവിയും തന്നിട്ടുണ്ട്. ശരിയാണ്, പഴയ നിയമത്തിൽ ദൈവം ജനത്തെ അകറ്റി നിർത്തിയപ്പോ പുതിയ നിയമത്തിൽ ദൈവം പറഞ്ഞു, എന്റെ അടുക്കിലേക്ക് വരിക, എന്റെ അടുക്കിലേക്ക് വരിക, കൃപാസനത്തിന് അടുക്കിലേക്ക് വരിക. ദൈവമാരെയും തള്ളിക്കളയുന്നില്ല. ദൈവരെ അതുപോലെ സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറാ. അപ്പൊ നമ്മൾ ചോദിക്കുക, ദൈവത്തെ ഭയപ്പെടണ്ടേ? ദൈവത്തെ ഭയപ്പെടണം. യോശുവയും ജനത്തോട് ആവശ്യപ്പെടുന്നതാ, നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് സേവിക്കണം. യഹോവയെ നിങ്ങൾ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം. എനിക്ക് തോന്നുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ ദൈവഭയം നമ്മിൽ നിന്നൊക്കെ പോയോ? ദൈവത്തിന്റെ ഭയം നമ്മിൽ നിന്ന് ഇല്ലാതെ പോയോ എന്നതൊക്കെ സത്യം പറഞ്ഞാൽ വളരെ സങ്കടമായി നമ്മൾ പറയേണ്ട കുറെ കാര്യങ്ങളൊക്കെയാ. ഞാൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 3-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ 3-ാം അധ്യായം 4-ാം അധ്യായം 5-ാം അധ്യായം ഒക്കെ ദൈവത്തിന്റെ സ്വർഗസിംഹാസനത്തിന് മനോഹരമായ ഒരു നേർക്കാഴ്ച ദർശനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വരികയാണ്. ആ ദൈവത്തിന് മുമ്പിൽ ആരാധന കഴിക്കുന്ന 24 മൂപ്പന്മാർ, ജീവികൾ, അവർ ഒരുമിച്ച് ദൈവത്തിന് ദൂതന്മാരൊക്കെ അവരുടെ കിരീടങ്ങൾ താഴെയിട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ അവർക്കറിയാം, ഈ ദൈവത്തിന് അടുക്ക വരാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല, ഞങ്ങൾക്ക് യാതൊരു മിടുക്കും പ്രശംസയില്ല. പക്ഷെ ദൈവം ഞങ്ങളെ അടുത്തു വരുത്തിയത് അവര് ദൈവത്തിന് മുമ്പിൽ ആരാധന കഴിക്കുക. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നത് ദൈവത്തിന്റെ കരുണ മാത്രമാണ്. അവൻ ഭയപ്പെടാൻ യോഗ്യനാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. അവൻ ഭയപ്പെടാൻ യോഗ്യനാണ്. യഹോവയെ ഭയപ്പെടുവീ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അവനെ ഭയപ്പെടണമെന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നു. ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയുമ്പോ ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ ഒന്നും വേണ്ടെന്ന് വെക്കാമായിരുന്നു, അല്ലേ? ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ ആരെ വേണ്ടെന്ന് വെക്കാമായിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ നമ്മെ കൊന്നുകളയാമായിരുന്നു. ദൈവത്തിന് ഇഷ്ടം പോലെ നമ്മെ ശിക്ഷിക്കാമായിരുന്നു. പക്ഷെ ദൈവം തീരുമാനിച്ചു അങ്ങനെയൊന്നും ചെയ്യണ്ട. പാപം ചെയ്ത മനുഷ്യനെ ദൈവത്തിന് വേണമെങ്കിൽ എന്നേക്കുമായി തുടച്ചു നീക്കി പുതിയൊരു സൃഷ്ടി നടത്തി പുതിയൊരു സംവിധാനം സൃഷ്ടിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു, ദൈവത്തിന് ചെയ്യാമായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്തില്ല. തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ വെറുതെ തുടച്ചു നീക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിച്ചില്ല. പകരം എന്ത് ചെയ്തെന്നറിയാമോ? പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തന്നെ ജഡാവതാരം എടുത്ത ഈ ഭൂമിയിൽ
ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നിങ്ങളും ഞാനും പാപത്തിന്റെ ശിക്ഷയേറ്റ, ശിക്ഷിക്കപ്പെട്ട, മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്നപ്പോൾ നമ്മുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷയും നമ്മുടെ മേൽ വരേണ്ട മരണവും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഏറ്റെടുത്ത കാൽവറിയുടെ കുലക്കലത്തിൽ തന്റെ ചോരത്തുള്ളികൾ അവസാനം വരെയും ഒഴുക്കി തന്ന നമ്മെ വീണ്ടെടുക്കാൻ എന്റെ ദൈവത്തിന് കരുണ തോന്നി. ഇന്ന് രാവിലെ എന്തിനാ ഈ ദൈവത്തെ സേവിക്കണമെന്നറിയാമോ? അവൻ നിന്നെ കൊന്നില്ല, അവൻ എന്നെ കൊന്നുകളയാതെ എന്റെ പാപങ്ങളെ ഏറ്റെടുത്ത, എനിക്ക് വേണ്ടി ശിക്ഷയേറ്റെങ്കിൽ അവനെ ഭയത്തോടെ സേവിക്കാനൊരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് എനിക്കുണ്ട്. അവനെ ഭയത്തോടെ സേവിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവമഹത്വത്തിന്റെ നേർക്കാഴ്ച കാണാൻ പറ്റണം. ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ വിറയലോടെ വരണം. യോഗ്യതയുള്ളത് കൊണ്ടല്ല. ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാനും പേടിയോടുകൂടെ തന്നെയാണ് നിൽക്കുന്നത്. കർത്താവിൻ്റെ മേശ കയ്യിലെടുക്കുമ്പോൾ ഞാൻ വളരെ ദൈവത്തിന് സ്തോത്രം പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയാം, ഇതിനൊന്നും യോഗ്യതയുള്ളത് കൊണ്ടൊന്നും അല്ല ദൈവം ഇങ്ങനെയൊക്കെ നിർത്തുന്നതാ. ഞാൻ മിടുക്ക് പറയാറില്ലല്ലോ, എനിക്ക് ആ പ്രശംസയൊന്നും വേണ്ട പ്രിയരെ. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കരുണ മതി. ഇന്ന് രാവിലെ നിങ്ങളും ഞാനൊക്കെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ കരുണ ദൈവം തന്നതാണെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാതെ മടങ്ങി പോകല്ലേ. ഇതിനെന്നെ യോഗ്യരാക്കിയ, പ്രാപ്തരാക്കിയ എന്റെ ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ അവന് നന്ദി പറഞ്ഞ് അവനെ ആരാധിക്കാൻ ഈ പകല് ദൈവജനത്തിന് കഴിയണം. ഞാൻ നിന്നതല്ല, എന്റെ ദൈവം എന്നെ നിർത്തിയതാ. ഇവിടം വരെ വന്നതല്ല, എന്റെ ദൈവം എന്നെ കരം പിടിച്ചു കൊണ്ടുവന്നതാ. ഇതുവരെ നടത്തിയവനാണ്, ഇനിയും നടത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ഈ പകലാത്മാവി ദൈവത്തിന് ആരാധന കൊടുക്കാൻ കഴിയുന്നവരല്ല. ഒരു മടിയും കൂടാതെ, ഒരു മടിയും പറയാതെ ദൈവത്തിന് ആരാധന കൊടുക്കണം. അവനെ വിറയലോടെ സേവിപ്പീൻ. ഞാൻ ഒരു കാര്യം കൂടെ മാത്രമേ ദൈവത്തെ ഭയപ്പെടണമെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്നിട്ട് ദൈവനോട് പറഞ്ഞു, serve him in sincerity and truth. അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. ഒന്ന്, അവനെ ഭയപ്പെടണം. രണ്ട്, പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി അവനെ സേവിക്കണം. സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യം, പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. ഹിപ്പോക്രസി പാടില്ലെന്നാ പറഞ്ഞു വന്നത്. പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കണം. ദൈവത്തെ സേവിക്കുമ്പോൾ ആ നിർമ്മലമായ മനസ്സോടെ സേവിക്കണം. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. സിമ്പിൾ ടേംസ് ഉപയോഗിച്ച സ്ട്രെയിറ്റ് ഫോർവേഡ്. പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുക, നിർമ്മലതയോടെ ദൈവത്തെ സേവിക്കുക. പറയുന്നത് ദൈവസന്നിധിയിലാണെന്നുള്ള ബോധ്യം, ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യം, കർത്താവിൻ്റെ മകനും മകളുമാണെന്നുള്ള ബോധ്യം. പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുക. ഇത് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഓർക്കാൻ ഒരുപാട് കാര്യമുണ്ട്. ദൈവത്തിന്റെ ദാസനായ യോശുവ അവരോട് പറയുന്ന ചില വിശദീകരണങ്ങളിൽ വായിക്കുന്നില്ല നമ്മൾ. അവരോട് പറഞ്ഞു, നിങ്ങൾ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ സേവിച്ച അമോര്യരുടെ ദൈവന്മാരുണ്ട്. മിസ്രൈം രാജ്യത്ത് പാർക്കുമ്പോൾ മിസ്രൈമിലെ ദൈവങ്ങളെ സേവിച്ചിട്ടുണ്ട്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ മരുഭൂമിയിലെ ദൈവങ്ങളെ സേവിച്ച ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തീരുമാനിക്കണം ആരെ സേവിക്കണമെന്ന്. ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചാലും വിളിക്കപ്പെട്ടവരൊക്കെയാ. പക്ഷെ ഇപ്പോ ദൈവരോട് പറയുക, നിങ്ങൾ തീരുമാനിക്കണം. മിസ്രൈമിലെ ദൈവങ്ങളുണ്ട്, മരുഭൂമിയിലെ ദൈവങ്ങളുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെ സേവിച്ച ദൈവമുണ്ട്. ആരെ വേണം? അപ്പൊ ഈ ദൈവങ്ങളെ, അതിന്റെ അനുഭവങ്ങളും ചരിത്രങ്ങളും അതിന്റെ ആരാധന രീതികളൊക്കെ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വന്ന ഈ ദൈവജനത്തിന് ഹൃദയത്തിനകത്തിരിപ്പുണ്ട്. ഈ ദൈവങ്ങളെ വേണോ എന്ന ചോദ്യം. അതുകൊണ്ട് യോശുവയോട് പറയുന്നത്, നിങ്ങൾ സേവിക്കുന്നുണ്ടെങ്കിൽ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. പരമാർത്ഥതയോടെ സേവിക്കണം, ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കണം. സത്യം പറഞ്ഞാൽ നമ്മുടെ ദൈവങ്ങൾ പലതായി മാറിയോ എന്നൊക്കെ സങ്കടം തോന്നാറുണ്ട്. നമ്മൾ സേവിക്കുന്നതും ആരാധിക്കുന്നതും ഒരു മനുഷ്യനെയല്ല, നമ്മൾ സേവിക്കുന്നതും ആരാധിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഒന്നുമല്ല.
നമ്മൾ സേവിക്കുന്നതും ആരാധിക്കുന്ന നമ്മുടെ തലമുറകളെ അല്ല. നമ്മൾ ആരാധിക്കുന്നത് ഒരു സംവിധാനത്തെ അല്ല. നമ്മൾ സേവിക്കുന്നത് നമുക്ക് വേണ്ടി ജീവൻ തന്നു നമ്മുടെ കർത്താവിനെയാ. ഇന്ന് രാവിലെ അത് മനസ്സിലാക്കാതെ പോവല്ലേ. ഞാൻ ആരാധിക്കുന്നത് എൻ്റെ കർത്താവിനെയാ. പരമാർത്ഥതയോടെ എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും. ഒരു മനുഷ്യനെ അല്ല ഞാൻ ആരാധിക്കുന്നത്, ഒരു സംവിധാനത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്, ഒരു പ്രസ്ഥാനത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്, ഒരു സൊസൈറ്റി അല്ല, ഒരു പ്രോഫറ്റിനെ അല്ല ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് വേണ്ടി ചങ്കിലെ ചോര കാൽവരിയിൽ ഒഴുക്കി തന്ന എന്റെ പ്രാണപ്രിയനെ അത്രേ ഞാൻ ആരാധിക്കുന്നത്. അവൻ എന്റെ പ്രിയൻ. ശൂലമിയോട് ചോദിച്ചാൽ ശൂലമി പറയും, എന്റെ പ്രിയനവൻ. ഓ, അവൻ എന്റെ പ്രിയനാ, എൻ്റെ പ്രിയനവനാ. എനിക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയനാ. നിന്റെ പ്രിയൻ എന്ത് വിശേഷതയുള്ളൂ? അവനെ കുറിച്ച് പറയാൻ ശൂലേമിക്ക് ഒരുപാടുണ്ട്. അവൻ ഏറ്റവും സുന്ദരനാ. അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാ. 10,000കളിൽ ശ്രേഷ്ഠനാ. അവനാ ശാരോനിലെ പനിനീർ. അവൻ താഴ്വരയിലെ റോസ. എനിക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. അവൻ എൻ്റെ ഗുരുനാഥനാ. അവൻ എൻ്റെ പരിപാലകനാ. അവൻ എനിക്ക് വേണ്ടി കരുതുന്നവൻ. അവൻ എന്റെ ഉടയവനാ. അവൻ എന്നെ വീണ്ടെടുത്തവനാ. അവൻ എന്റെ യാത്രികനാ. അവൻ എന്നെ സ്നേഹിച്ചവനാ. അവനോട് എന്റെ പ്രിയൻ, എന്റെ പ്രിയൻ. അവൻ 10,000കളിൽ ശ്രേഷ്ഠൻ. എനിക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. അവനെ പോലെ യോഗ്യനില്ല. ഈ പകല് ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോ അതിനപ്പുറം വേറൊന്നും വരല്ലേ. നിന്റെ തലമുറയോ, നിന്റെ സ്ഥാനങ്ങളോ, നിന്റെ മാനങ്ങളോ, നിന്റെ പണമോ എന്റെ ദൈവത്തിന് വിഷയമല്ല. അവനോട് യോഗ്യൻ. ഈ പകൽ അല്പ നിമിഷം മനസ്സു തുറന്ന് ദൈവത്തിനൊന്ന് നന്ദി പറയാമോ? എന്റെ പ്രിയ 10,000കളിൽ ശ്രേഷ്ഠനാ. അവനെ പോലെ യോഗ്യം വേറെ ആരുമില്ല. നമുക്ക് ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കണം. പരമാർത്ഥതയോടെ നമുക്ക് ദൈവത്തെ സേവിക്കാം. ഹല്ലേലൂയ. കാരണം യോശുവ ഇത് പറയാൻ കാരണം ഈ ജനം വഴിയാത്രയിൽ ഒത്തിരി മാറിപ്പോയി, ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ ദൈവം യോശുവ അവരോട് പറയുക, നിങ്ങൾ തീരുമാനം എടുക്കണം. യു നീഡ് ടു ടേക്ക് എ ഡെസിഷൻ. ഒരു തീരുമാനം എടുക്കണം. ആരെ വേണം? ഞാൻ റെസൊല്യൂഷനിലേക്ക് വന്നില്ല. രണ്ടാമത്തെ വർത്തമാന കാലത്ത് അവരെന്ത് ചെയ്യണം? 1, ദൈവത്തെ ഭയപ്പെടണം. 2, അവനെ പരമാർത്ഥതയോടെ സേവിക്കണം. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? നിങ്ങളെ ദൈവം വിളിച്ചു, ദൈവം നിങ്ങളെ കരുതി. ഇത് രണ്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെട, പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുക. കണ്ണുകൾ ഒരു നിമിഷം നടക്കാവോ? ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്കുള്ള ഈ കൊച്ചായുസിൽ എൻ്റെ ദൈവത്തെ ഭയപ്പെട്ട് എൻ്റെ കർത്താവിനെ സ്നേഹിച്ച് അങ്ങയുടെ സ്നേഹത്താഴ്മയോടെ നടപ്പാൻ അടിയങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ തരണം. കർത്താവേ, ഞങ്ങളാർക്ക് നേരെ വിരൽ ചൂണ്ടരുത്. അതിന് പകരം ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തി. ഞങ്ങളാരിലും ശ്രേഷ്ഠരോ ഞങ്ങളിലാരിലും കുറഞ്ഞവരോ അല്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കർത്താവിനെ വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ സേവിപ്പാൻ ഈ ആയുസ് ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തരണമേ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് ദൈവം കൃപ തരണം. ഇന്ന് രാവിലെ ഞങ്ങളതിനു വേണ്ടി സഭയായി അങ്ങയുടെ ആ പാദപീഠത്തെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇതുവരെ എത്തിച്ചല്ലോ നാഥ, ഞങ്ങളെയൊക്കെ വീണ്ടെടുത്തല്ലോ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ഈ കർത്താവിന് തുല്യം ചൊല്ലാൻ വേറെ ആരും ഇല്ല. ഞങ്ങളങ്ങേക്ക് എല്ലാം മഹത്വവും തരുന്നു. തിരുസാന്നിധ്യ ബോധം ഞങ്ങളെ ഇരുത്തുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ മേശയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിപ്പാൻ നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയോടെ ദൈവസന്നിധി കടന്നു വന്നാണ്. കർത്താവിന്റെ മേശയോട് നമ്മൾ അടുത്തു വരുമ്പോൾ
പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കണം. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം. തലയോടിടമെന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികൾ അവനെ പരിഹസിച്ചടുത്തു വന്ന് അവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഒരു മേലെടുത്തും അവൻ്റെ മീതെ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണുകൾ കർത്താവിൻ്റെ സ്ഥലമടച്ച് വളരെ ധ്യാനത്തോടെ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുവാനുള്ള സമയമാണ്. നിങ്ങളും ഞാനും ഒക്കെ അനുഭവിക്കേണ്ട ശിക്ഷകൾ, നമ്മളെ ഏറ്റെടുക്കേണ്ട മരണമെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ മേൽ ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഈ മേശയോട് നമ്മൾ അടുത്തു വരുമ്പോൾ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കാതെ നമ്മൾ ഈ മേശമേൽ കൈ നീട്ടരുത്. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പങ്കപ്പാടുകൾ, കർത്താവ് അനുഭവിച്ച വേദനകൾ, നമ്മുടെ കർത്താവ് അനുഭവിച്ച അപമാനങ്ങൾ, നിന്ദകൾ, നിരാശകൾ, ഇന്ന് രാവിലെ അതൊക്കെ നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടിയല്ലേ നമ്മുടെ കർത്താവ് ഇതൊക്കെ അനുഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ വ്യക്തിപരമായി നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? കർത്താവേ, എന്നെ സ്വർഗീയനാക്കാൻ, ദൈവ കുടുംബത്തിലെ അംഗമാക്കാൻ എനിക്ക് വേണ്ടി അവിടുന്ന് രക്തമൊഴുക്കി, എനിക്ക് വേണ്ടി അവിടുന്ന് തകർക്കപ്പെട്ടു. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവേ, എന്നെ ആ രക്തം കൊണ്ടൊന്ന് കഴുകണമേ, ഒരു പ്രാവശ്യം കൂടെ എന്നെ ഒന്ന് കഴുകണമേ. കർത്താവേ, അങ്ങയുടെ രക്തം കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ എന്നെ കഴുകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് യോഗ്യമല്ലാത്തത്, ദൈവനാമത്തിന് യോഗ്യമല്ലാത്തത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വാസ്തവമായി എന്നോട് ക്ഷമിക്കണമെന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അപ്പോൾ വീഞ്ഞും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ അപ്പത്തെയും ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ പാനപാത്രത്തെയും അങ്ങയുടെ മുറിഞ്ഞ കരങ്ങളിൽ ഏൽപ്പിച്ചടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇവയെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിച്ച് തരണമേ. ഞങ്ങളത് വിശ്വാസത്തോടെ തിരികെ പ്രാപിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം 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 ചൊല്ലി നുറുക്കി തൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾ ഇന്ന് ഭക്ഷിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് യേശു പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, തൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നിങ്ങളിതൊന്ന് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് യേശു പറഞ്ഞു. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവോത മകനെ മരിപ്പതിന കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവോത മകനെ മരിപ്പതിന
പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ടു. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നമ്മുടെ കർത്താവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ കൈകളിരിക്കുന്ന ഈ അപ്പം സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാമല്ലോ. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെടുകയും തന്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കുകയും ചെയ്തു. നമ്മെ സ്നേഹിച്ചത് കൊണ്ടല്ലേ നമുക്ക് വേണ്ടി ഒഴുക്കിയ നമ്മുടെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ കൈകളിരിക്കുന്ന ഈ പാനപാത്രത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പാനം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ തിരുമേശ ആചരിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. കർത്താവ് നമുക്ക് ഇവയെ ശുദ്ധീകരിച്ച് തന്നു, അനുഗ്രഹിച്ച് തന്നു. എല്ലാവരും ചേർന്ന് ഒരു നിമിഷം ദൈവത്തിനൊന്ന് സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ മേശമേലപ്പോൾ വീഞ്ഞുകൾ ശേഷിക്കുന്നു. അത് നമ്മോട് വിളിച്ചു പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, കർത്താവായ യേശുക്രിസ്തു ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയതാണ്. കർത്താവ് സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ നാം ഇരിക്കുന്നിടത്ത്, കർത്താവ് ഇരിക്കുന്നിടത്ത് നാമും ഇരിക്കേണ്ടതിന് കർത്താവ് മടങ്ങി വന്ന് നമ്മളെ ചേർക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കർത്താവിനെ മടങ്ങി വരുവിന് വേണ്ടി പ്രത്യാശയോടെ വളരെ ഒരുക്കത്തോടെ നമ്മുടെ ജീവിതയാത്ര കഴിപ്പാൻ ദൈവകരങ്ങളെ നമ്മെ സമർപ്പിക്കണം. അപ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവരെ യേശുവിനെ ഇനി അറിയാനുണ്ട്, കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാനുണ്ട്. നമുക്ക് ദൈവസ്ഥല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം വ്യക്തിപരമായും കുടുംബമായും ദൈവസഭയായും ആവോളം ചെയ്ത് ദൈവസ്ഥല വിശ്വസ്തരായി നിൽപ്പാൻ നമുക്ക് ദൈവസനയിൽ പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഗ്രേപ്സൺ വിൽസൺ ശബ്ദമുയർത്തി ദൈവസനയിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ജനവുമായി ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, ഞങ്ങൾ തിരുമേശയിൽ പങ്കെടുത്തപ്പോൾ യേശു ഞങ്ങളിലും ഞങ്ങൾ യേശുവിൽ വസിക്കുകയും ചെയ്യുന്ന കർത്താവെ നിമിഷങ്ങളാകിയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ക്രൂശിനെ ഇവിടെ ഉയർത്തുമ്പോൾ തകർക്കപ്പെട്ട ക്രൂശ് കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട രക്തം കർത്താവെ, ഇന്ന് പകൽക്കാലം എൻ്റെ മധ്യത്തിൽ ചലിപ്പാൻ തക്ക വേണം. സ്വർഗത്തിൽ ദൈവം നെടിയാക്കുമാറാകണമേ. ഞങ്ങൾ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചത് കർത്താവെ അങ്ങയുടെ ശരീരത്തെ പ്രതിദാനം ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങൾ കുടിച്ച ജ്യൂസ് കർത്താവെ അവിടുത്തെ രക്തത്തെ പ്രതിദാനം ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ അപ്പവും രക്തവും ഞങ്ങളുടെ രക്തധമനികളിലൂടെ കർത്താവെ എവിടെയൊക്കെ കടന്നു ചെന്നുവോ അവിടെയൊക്കെ ഇന്ന് പകൽക്കാലം ഇത് സൗഖ്യമായി വ്യാപരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഇടയിലുള്ള ക്യാൻസർ രോഗികൾ കർത്താവെ ഇന്ന് പകൽക്കാലം സൗഖ്യം പ്രാപിപ്പാൻ തക്ക വേണം. സ്വർഗത്തിൽ ദൈവം ഇടയാക്കുമാറാകണമേ. കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവെ every depressing thoughts I command you to leave right now in the name of Jesus. കർത്താവെ, ഇന്ന് പകൽക്കാലം ഇതിന്റെ മധ്യത്തിൽ കർത്താവെ വലിയ അത്ഭുതങ്ങൾ സ്വർഗം ചെയ്യുന്നോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ക്രൂശിന്റെ വിടുതൽ കർത്താവെ, ക്രൂശിന്റെ ശക്തി കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കർത്താവെ ഇന്ന് പകൽ ഇതിന്റെ മധ്യത്തിൽ സംഭവിപ്പാൻ
ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിൽ ദൈവം ഇടയാക്കുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ സഭ കർത്താവേ ഈ പട്ടണത്തിൽ ഒരു പ്രകാശമായി മാറട്ടെ കർത്താവേ. അനേകർ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന കർത്താവേ, സൗഖ്യം പ്രാപിക്കുന്ന ഒരു ഇടമാക്കി കർത്താവേ, ഇതിനകത്തളങ്ങളെ സ്വർഗം തീർക്കുമാറാകണമേ കർത്താവേ. സ്വർഗം ഈ ദിവസങ്ങളെ ചെയ്യാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തിരുമേശയിലൂടെ കർത്താവേ സംഭവിക്കേണ്ട സകല വിടുതലുകളും കർത്താവേ സകല കുടുംബത്തിന് മേലും ഇന്ന് പകൽക്കാലം സംഭവിക്കുമാറാകട്ടെ കർത്താവേ. അങ്ങനെ ചെയ്യാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തുടർന്നുള്ള ആഴ്ചയിലും കർത്താവേ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ കർത്താവേ. മോശയോട് വാഗ്ദത്തം ചെയ്തവൻ ആ വാഗ്ദത്തം പൂർത്തീകരിച്ച ദൈവമാണ് കർത്താവേ. ഈ ദിവസങ്ങൾ ഞങ്ങളുടെ മുമ്പുള്ള സകല വാഗ്ദത്തങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത് കാണുവാൻ വേണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ. എല്ലാ മകനും മഹത്വമായി അർപ്പിക്കുന്ന കർത്താവേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്കയിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലും നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. നമ്മെല്ലാവരും ഒരുമിച്ച് കർത്താവിന് എഴുന്നേറ്റ് നിൽക്കുകയും പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുകയും ചെയ്യും. ആ സമയത്ത് സ്തോത്ര വഴിപാടുകൾ സ്വീകരിക്കാം. ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവരാതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവനാതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. നിന്നെ വീഴ്ത്തുവാൻ ശത്രു കെണിയൊരുക്കും, വീഴ്ച കാണുവാൻ അവൻ പതിയിരിക്കും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. ബലവാനവൻ നമ്മെ പിടിച്ചതിനാൽ ബലമേറും ഗോപുരമതിലണയും. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. നിന്റെ ശത്രുവിൻ തല തകർത്തതിനാൽ ക്രൂശൻ ശക്തിയാൽ ജയം ലഭിച്ചതിനാൽ. സർവ്വത്തിന്മയും കളവായി പറയും, നിന്റെ പേർ മായിക്കുവാൻ വൃത ശ്രമിക്കും. സർവ്വത്തിന്മയും കളവായി പറയും, ഭക്തനാമം തലമുറ തലമുറയാൽ എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും. ഭക്തനാമം തലമുറ തലമുറയാൽ എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും. ശത്രുവിൻ്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി കാണുകയില്ല. ശത്രുവിൻ്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോളങ്ങൾ കവനാതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോളങ്ങൾ കവനാതിരുവയ്ക്കും, പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമല്ലോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ,
അങ്ങേ ആരാധ്യപ്പാൻ അങ്ങയുടെ പാദപീഠത്തിൽ വരാൻ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് അവസരം തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവേ, അവിടുത്തെ ആ പാദപീഠത്തിൽ ഞങ്ങളെ ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിപ്പാൻ ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തല്ലോ. ഇപ്പോൾ അങ്ങയുടെ ജനം മടങ്ങിപ്പോകുന്നു. തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ അവരെ മറയ്ക്കണമേ. അവരുടെ വാഹനങ്ങളെ സൂക്ഷിക്കണമേ. ഇവർ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൃപയുടെ മറവിൽ അങ്ങയുടെ മക്കളെ ദൈവം കാക്കണമേ. കർത്താവിൻ്റെ രക്തം കൊണ്ട് അവരെ പൊതിഞ്ഞു കൊള്ളണമേ. ഒരു ദോഷം വരുവാനിടയാകാതെ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ അങ്ങയുടെ മക്കളെ മറയ്ക്കുവാൻ അടിയങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആഴ്ച ജോലിക്ക് പോകുന്നവരെ സൂക്ഷിക്കണമേ. കർത്താവെ, വിവിധ പ്രൊസീജിയറുകൾക്ക് പോകുന്നവരുണ്ട്. അതിനൊക്കെ ഞങ്ങൾ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ അവരെ കരുതിക്കൊള്ളണമേ. അങ്ങ് തന്നെ അവരെ താങ്ങിക്കൊള്ളണമേ. പുരാതനായ ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ടല്ലോ. ആ ശാശ്വത ഭുജത്തിൽ അങ്ങയുടെ ജനത്തെ അവിടുന്ന് വഹിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ആ പൊന്നുകാര്യങ്ങളിൽ ഞങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ സ്നേഹിച്ചർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകൾക്കായി സ്തോത്രം. അങ്ങയുടെ ജനത്തിൻ്റെ വരുമാന മാർഗങ്ങളെല്ലാം അനുഗ്രഹിച്ചു കൊടുക്കണമേ. കർത്താവെ, അവർക്ക് ധാരാളം നന്മ കൊടുക്കണം. ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഇല്ലായ്മ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ജോലിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വഴികൾ ഒരുക്കി കൊടുക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവമാർക്കും കടക്കാരനല്ലല്ലോ. ഞങ്ങളെല്ലാം മഹത്വം ഞങ്ങളുടെ കർത്താവിന് തരും. ഞങ്ങളുടെ അതിഥികൾക്കായി സ്തോത്രം. ദൈവരെ ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. ഒരുമിച്ച് കൂടുവരെ കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ എല്ലാവരും ദൈവസ്ഥലം ഒന്നിരിക്കണമേ. നമ്മുടെ ഒരു പൈതലിൻ്റെ സമർപ്പണ ശുശ്രൂഷയുണ്ട്. പ്രിയ സഹോദരങ്ങൾ, പ്രിയ ബോവസ് ആൻഡ് ആൻസി, ദയവായിട്ട് കുഞ്ഞുമായിട്ട് മുൻപോട്ട് കടന്നു വരണമേ. അവരുടെ പേരൻസ് വന്നിട്ടുണ്ട്. ആൻസിയുടെ പേരൻസ് ഇവിടെയുണ്ട്. പ്രിയ ബോവസിൻ്റെ പേരൻസ് ഇവിടെയുണ്ട്. അവർ രണ്ടുപേരും, രണ്ട് പേരൻസും ദയവായിട്ട് കടന്നു വരണമേ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലെ കുഞ്ഞിനെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരും പോകരുത്. ഇതിന് ശേഷം നമ്മുടെ സുവനിയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ദയവായി ആരും പോകരുത് എന്ന കാര്യം കൂടെ ദൈവമക്കളെ ഓർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇന്ന് രാവിലെ ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് അവസരമൊരുക്കിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുവാൻ കഴിയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ മക്കളെ യഹോവ നൽകുന്ന ദാനമാണ്. ഉദരഫലം ദൈവത്തിന് പ്രതിഫലമാണ്. ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിന് ദാനമായതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച ദൈവം തന്ന ദാനത്തിന് നന്ദി പറയുന്ന ഒരു സമയം കൂടിയാണിത്. അതുമാത്രമല്ല, ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സകല പദ്ധതികളും ദൈവം എന്തൊക്കെ ഈ കുഞ്ഞിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ദൈവസമയത്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിവർത്തിക്കപ്പെടണം എന്നതും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവസഭയുടെ മുമ്പിൽ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുമ്പോൾ രണ്ട് ഉത്തരവാദിത്തങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, ഈ കുഞ്ഞിനെ ദൈവകൃപയിലും പത്യോപദേശത്തിലും വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുക. അതുമാത്രമല്ല, ദൈവസഭയും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഈ കുഞ്ഞ് നമ്മുടെ മധ്യത്തിൽ വളരുമ്പോൾ ആ കുഞ്ഞിനെ കൃത്യമായ ഉപദേശം നൽകി, കൃത്യമായ പരിശീലനം നൽകി ദൈവകൃപയുള്ളൊരു കുഞ്ഞാക്കി ആ കുഞ്ഞിനെ വളർത്തിയെടുത്തുകൊള്ളാമെന്ന് ദൈവസഭയും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. സോ ദിസ് ഈസ് എ ഈക്വൽ റെസ്പോൺസിബിലിറ്റി. പേരൻസ് ഗ്രാൻഡ് പേരൻസ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് പോലെ തന്നെ ദൈവസഭയും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അത് നിർവഹിപ്പാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ബോവസ് ആൻഡ് ആൻസി, ദൈവം നിങ്ങൾക്ക് തന്ന ഈ കുഞ്ഞ് ദൈവത്തിന് ദാനമാണെന്ന് എന്ന് ഓർക്കണം. എനിക്കറിയാം, ബോസ് ബാറ്റൊക്കെ കളിക്കാൻ പോകുന്ന ആളെ ഞാനും കളിക്കാൻ പോകാറുണ്ട്. പക്ഷേ അത് ഒരു ദിവസം മുടങ്ങിയാലും കുഞ്ഞിനെ സൺഡേ സ്കൂളിൽ കൊണ്ടുവരാൻ മറക്കരുത്. അപ്പോൾ അത് വളരെ ഗൗരവമായൊരു കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നത്. ബാക്കിയെല്ലാം നടക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിയെടുക്കണം. അവരെ ആരാധനയ്ക്ക് കൊണ്ടുവരാൻ, ആലയത്തിൽ കൊണ്ടുവരാൻ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവരെ പരിശീലിപ്പിച്ചെടുക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രാൻഡ് പേരൻസും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. നിങ്ങളെ ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. ഇവരൊക്കെ വളരെ കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളാണ്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വേദഭാഗത്തിൽ നിന്ന് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മൾ ആ കുഞ്ഞിനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അലക്സ് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടേണം. അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിൻ്റെ വീട്ടിൻ്റെ കട്ടിളമേലും പടിവാതിലുകളുമേലും എഴുതേണം. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്ത് നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നിനക്ക് നട്ടുണ്ടാക്കുന്ന മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ദൈവദാസനായ മോശയിലൂടെ യഹോവയായ ദൈവം ഇസ്രായേലിന് കൈമാറിക്കൊടുത്ത വളരെ ഗൗരവമായ ചില ഉപദേശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണ്. ഇസ്രായേലെ കേൾക്കുക എന്ന് പറഞ്ഞ് ദൈവം അവരോട് അരുളി ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിനുള്ള ബന്ധത്തിലും അത് വളരെ ഗൗരവമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കുഞ്ഞിനെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കണ്ണുകൾ എല്ലാവരും ഒരു നിമിഷം ദൈവസ്ഥലം അടച്ച നിങ്ങളുടെ കരങ്ങൾ പറ്റുമെങ്കിൽ ഈ കുഞ്ഞിന് നേരെ ഒന്ന് നീട്ടി നമുക്കൊന്നിച്ച് കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഹോ ജീസസ്, ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ദിവസം കർത്താവിനെ ആരാധിപ്പാൻ ഈ ആലയത്തിൽ ഞങ്ങൾക്ക് കൂടി വരേണ്ടതിന് സ്വർഗമൊരുക്കി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബോവസിനും ഞങ്ങളുടെ പ്രിയ സഹോദരി ആൻസിക്കും കർത്താവ് ദാനം ചെയ്ത പ്രിയ പൈതലിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവേ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഞങ്ങൾ അറിയുന്നു. അത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ പ്രതിഫലനമാണല്ലോ. കർത്താവേ, ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മേൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പരിജ്ഞാനവും ദൈവത്തിൻ്റെ സാന്നിധ്യവും എല്ലാം ഇപ്പോഴും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബാലപ്പെടുന്നവളെ വിടുവിക്കണമേ. ദൈവകൃപയുള്ളവളായി വളരുവാനിടയാക്കണമേ. ദൈവകൃപയുടെ മറവിലവരെ സൂക്ഷിക്കണമേ. അനർത്ഥങ്ങൾ വരാതെ അവളെ കാക്കണമേ. രോഗങ്ങൾ നമ്മളെ വിടുവിച്ചു കൊള്ളണമേ. അവളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെല്ലാം അതാത് സമയത്ത് നിവർത്തിക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ. കർത്താവേ, അങ്ങേ അറിയുവാൻ പാകമാകുമ്പോൾ അവരുടെ ഹൃദയം അതിനു വേണ്ടി തുറന്ന് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഈ പൈതലിനെ ദൈവം സഹായിക്കേണ്ടതിനും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടെ വളർച്ചയിൽ കൂടെ ഇരിക്കണമേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും കൂടെ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്ന പ്രകാരം ഈ പൈതൽ ദൈവകൃപയിലും പരിജ്ഞാനത്തിലും വളർന്നു വരുവാൻ സ്വർഗം കൃപ ചെയ്യുമാറാകണമേ. ശ്രേഷ്ഠമായ ഭാവി കൊടുക്കണമേ. ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണമേ. അവൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹമാകണമേ. അവൾ ഗ്രാൻഡ് പേരൻസിന് അനുഗ്രഹമാകണമേ. ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും അവൾ അനുഗ്രഹമാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ദൈവസഭയെ ഒരുമിച്ച് ചേർന്ന് ഈ പൈതലിനെ അനുഗ്രഹിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അവളൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവമിടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. ബോവസിനെ ദൈവം അനുഗ്രഹിക്കണമേ. ആൻസിയെ ദൈവം അനുഗ്രഹിക്കണമേ. അവർക്ക് ദാനം ചെയ്ത പ്രിയ പൈതങ്ങളെ രണ്ടുപേരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഗ്രാൻഡ് പേരൻസിനായി സ്തോത്രം. ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ ആവശ്യമായ സ്വർഗീയ കൃപ കൊടുത്ത് ദൈവവരെ ആദരിക്കുകയും ദൈവവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവർ ദൈവത്തിൽ ഏറ്റെടുത്ത ഈ വലിയ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിവർത്തിക്കേണ്ടതിന് കൃപ ചെയ്യണമേ. ദൈവസഭയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ദൈവസഭയ്ക്കും അതിനുള്ള ദൈവകൃപ നൽകി കാക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവനും ഞങ്ങൾ കർത്താവിന് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഈ പൈതൽ ഹെലൻ അന്ന ബോവസ് എന്ന് അറിയപ്പെടും. അവൾ കർത്താവിന് പ്രയോജനമാകട്ടെ. ഈ കുടുംബത്തിന് അനുഗ്രഹമാകട്ടെ. നമ്മുടെ കരങ്ങളടിച്ച് ഈ പ്രിയ കുടുംബത്തെ അനുമോദിക്കാമല്ലോ. പ്രിയ ബോസെ, പ്രിയ ആൻസി, ഗ്രാൻഡ് പേരൻസ്, ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾ അവർക്ക്, ആ കുഞ്ഞിന് ഒരു അനുഗ്രഹമാകട്ടെ. എല്ലാ വിധത്തിലും ദൈവം നിങ്ങളെ ആദരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബി വിത്ത് യു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുക വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കാവലും നമ്മെല്ലാവരോടും കൂടെ ഇന്ന് വലം നയിക്കും. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.